അനീഷ് സൂചിപ്പിച്ചതുപോലെ UDFന്റെ ഘടകകക്ഷി എന്ന ആവശ്യം UDF നേതൃത്വം അംഗീകരിക്കുന്നില്ല, ഈ ഒരു ഘട്ടത്തിൽ അംഗീകരിക്കുന്നില്ല. ഇപ്പോൾ അസോസിയേറ്റഡ് ഘടകകക്ഷി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ നിർണായക UDF യോഗത്തിന് ശേഷവും ഇതാണ് തങ്ങളുടെ നിലപാടെന്ന് UDF നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ അവർ പറഞ്ഞൊരു ഉപാധി PV അൻവർ തങ്ങളുടെ സ്ഥാനാർത്ഥി UDF പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ അംഗീകരിക്കണം, അദ്ദേഹത്തിനെതിരായ പരാമർശം പിൻവലിക്കണം എന്നതടക്കം ഒരു ഉപാധി വെച്ചിട്ടുണ്ട്. അപ്പോൾ PV അൻവർ ഈ അസോസിയേറ്റഡ് ഘടകകക്ഷി എന്ന ആവശ്യം അംഗീകരിക്കുമോ എന്നതുപോലെ തന്നെ പ്രധാനമാണ്. ഈ അസോസിയേറ്റഡ് ഘടകകക്ഷി ആവശ്യം അംഗീകരിച്ചാലും ഈ സ്ഥാനാർത്ഥിക്കെതിരായ പരാമർശം അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്ന നിലപാട് PV അൻവർ സ്വീകരിക്കുമോ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങണം, സ്വാഭാവികമായും UDFന്റെ ഭാഗമാകുമ്പോൾ ആ നിലയ്ക്ക് മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷേ ഈ സ്ഥാനാർത്ഥിക്കെതിരായ പരാമർശം പിൻവലിക്കാതെ PV അൻവർ എങ്ങനെ പ്രചാരണത്തിന് ഇറങ്ങുമെന്ന ചോദ്യം ബാക്കിയാണ്. അങ്ങനെ ആക്ഷേപം ചൊരിഞ്ഞ ഒരാൾ പിന്നീട് ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുന്ന നിലപാട് കൂടി PV അൻവർ പ്രഖ്യാപിക്കുമോ എന്നുള്ളതും പ്രധാനമാണ്. എന്തായാലും ഈ അസോസിയേറ്റ് ഘടകകക്ഷി എന്ന UDFന്റെ നിലപാട് അല്ലെങ്കിൽ ആ ഒരു ഉപാധി PV അൻവർ അംഗീകരിക്കുന്നില്ല എന്നാണ് ഇതുവരെയുള്ള കണക്കുകൂട്ടൽ. അതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. പക്ഷേ ഞാൻ നേരത്തെ പറയുന്നുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനിയും അവസാനിച്ചിട്ടില്ല. എന്നാൽ UDFന്റെ പ്രധാനപ്പെട്ട യോഗം ചേർന്ന നിലപാട് UDF പ്രഖ്യാപിച്ചെങ്കിലും PV അൻവറിനെ ഇത് അറിയിക്കാൻ ചില നേതാക്കളെ ചുമതലപ്പെടുത്തിയിരുന്നു. PK കുഞ്ഞാലിക്കുട്ടിയൊപ്പം തന്നെ അടൂർ പ്രകാശ് അടക്കമുള്ള നേതാക്കൾ PV അൻവറിനെ വിളിച്ചിരുന്നു. കോൺഗ്രസിലെ മറ്റു ചില നേതാക്കളും PV അൻവറിനെ വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണമെന്ന നിലപാട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. മറ്റൊന്ന്, രാഷ്ട്രീയ നേതൃത്വത്തെ കൂടാതെ സാമുദായിക നേതൃത്വം കൂടി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് PV അൻവർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അവരുടെ കൂടി നിലപാടും അഭിപ്രായവും പരിഗണിച്ചായിരിക്കും തന്റെ തുടർ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും എന്നും PV അൻവർ പറയുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കൂടുതൽ ചർച്ചകൾ ആവശ്യമാണ്. ഇന്നിപ്പോൾ ഒരു പ്രഖ്യാപനത്തിലേക്ക് PV അൻവർ പോകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാതെ അവ്യക്തമായി തന്നെ തുടരുകയാണ്. കാരണം നാളെ കൂടി സമയം കൊടുക്കാം, അല്ലെങ്കിൽ നാളെ കൂടി ആലോചിച്ചതിന് ശേഷം, കൂടിയാലോചനയ്ക്ക് ശേഷം അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ മറ്റന്നാൾ തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മത്സരരംഗത്തേക്ക് ഇറങ്ങാനുമാണ് PV അൻവർ ആലോചിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ മത്സരരംഗത്തേക്ക് പോവുകയാണെങ്കിൽ എന്തെല്ലാമാണോ അതിന് മുന്നൊരുക്കമായി ചെയ്യേണ്ടത്, മുന്നൊരുക്കം കൃത്യമായി തന്നെ നടത്തിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മത്സരിക്കുമെന്നല്ല, സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടല്ല, പക്ഷേ PV അൻവർ തുടരുമെന്നതടക്കം സൂചിപ്പിച്ച് ഫ്ലെക്സ് ബോർഡുകൾ മണ്ഡലത്തിലുടനീളം TMC പ്രവർത്തകർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ക്രമീകരണം ഒരു വശത്ത് നടക്കുന്നു. മറ്റൊന്ന്, പ്രചാരണ രംഗത്ത് സ്വീകരിക്കേണ്ട നയനിലപാടുകളെ സംബന്ധിച്ചുള്ള ചർച്ചകളും TMC ക്യാമ്പ് നടത്തുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഒരു മുന്നൊരുക്കം, മത്സരരംഗത്തേക്ക് കടക്കാനുള്ള മുന്നൊരുക്കം TMC ക്യാമ്പ് ഇതിനോടകം നടത്തിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നപരിഹാരം ഉണ്ടാകണമെന്ന തീവ്രമായ ചർച്ചകളും ആലോചനകളും നടക്കുന്നുണ്ട്. കാരണം UDFനെ സംബന്ധിച്ച് PV അൻവർ മത്സരരംഗത്തേക്ക് വരികയാണെങ്കിൽ അപ്പുറത്ത് LDF സ്ഥാനാർത്ഥി എം സ്വരാജ് കൂടി വന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച്, UDFനെ സംബന്ധിച്ച് ആശങ്കകളുണ്ട്. അപ്പോൾ PV അൻവറിനെ കൂടെ നിർത്തിയാൽ അത് തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയും. ഇപ്പോഴത്തെ സാഹചര്യം ഈ മണ്ഡലം തങ്ങൾക്ക് അനുകൂലമാക്കാൻ കഴിയും. ഒരു വിജയത്തിലേക്ക് കടക്കാൻ, ഈസി വാക്ക് ഓവറിലേക്ക് കടക്കാൻ കഴിയുമെന്നതെല്ലാം UDF നേതൃത്വം കണക്ക് കൂട്ടുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സമവായ ചർച്ചകൾ ഇനിയും നടത്തുന്നത്. ഒപ്പം തന്നെ PV അൻവറിനെ സംബന്ധിച്ച് ഒരു മത്സരരംഗത്തേക്ക് പോവുകയാണെങ്കിൽ, ഒരു മുന്നണിയുടെ ഭാഗമല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് മത്സരരംഗത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഉപതെരഞ്ഞെടുപ്പോടുകൂടി തന്റെ രാഷ്ട്രീയ ഭാവി എന്താകുമെന്ന ആശങ്ക PV അൻവറിനുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള ആലോചനകളും പുനർവിചിന്തനങ്ങളും ആവശ്യമാണ്. അതെല്ലാം തന്നെ പരിഗണിച്ചാണ് PV അൻവർ ഒരു അന്തിമ തീരുമാനമെടുക്കുക, അന്തിമ നിലപാടിലേക്ക് കടക്കുക. അപ്പോൾ എന്തായിരിക്കും പ്രഖ്യാപിക്കുക എന്നതിൽ അവ്യക്തത തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ വ്യക്തമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 9 മണിക്ക് PV അൻവർ കാണുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കാത്തു നിൽക്കുകയാണ്. 9 മണിക്ക് തന്നെ കൃത്യമായി തുടങ്ങുമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞത് ചർച്ചകൾ നടക്കുന്നുണ്ട്, ഫോൺ വഴി ചില സംസാരങ്ങൾ നടക്കുന്നുണ്ട്, നേതാക്കളുമായി ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും നിലപാട് പ്രഖ്യാപനം, തീരുമാനം PV അൻവർ അറിയിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൂടി പരിഗണിച്ചാണ് അല്പസമയം കൂടി കഴിഞ്ഞ് കാണാമെന്ന് അദ്ദേഹം അറിയിക്കുന്നത്. അത് തന്നെ ഒരു പത്രസമ്മേളനമായി നടത്തുമോ എന്നതിനും വ്യക്തതയില്ല. കാരണം കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ അദ്ദേഹം 9 മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീടാണ് അദ്ദേഹം ഇന്നലെ രാവിലെ വന്ന് ഏതാണ്ട് 1 മിനിറ്റിൽ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഈ പകൽ കൂടി കാത്തിരിക്കാം എന്നായിരുന്നു അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. ഇന്നലത്തെ പകൽ കഴിഞ്ഞു, രാത്രി കൂടി കഴിഞ്ഞു, ഇന്ന് വീണ്ടും ഒരു പുതിയ പകൽ പിറന്നിരിക്കുന്നു. അപ്പോൾ ഈ പകൽ കൂടി കാത്തിരിക്കുമോ PV അൻവർ എന്നുള്ളതാണ് ആകാംക്ഷ. ഒപ്പം തന്നെയാണ് ഇന്നും കാത്തിരുന്നാൽ ഏതെങ്കിലും തരത്തിലൊരു സമവായത്തിലേക്ക് എത്തുമോ? UDFന് ചർച്ചയില്ല എന്നതടക്കം ഒരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ UDFന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട് PV അൻവറിനെ അനുകൂലമാക്കാൻ, ആ നിലപാടിനോട് സഹകരിക്കാൻ, PV അൻവറിനോട് സഹകരിപ്പിക്കണമെന്ന് സമ്മതിപ്പിക്കാൻ വിവിധ തരത്തിലുള്ള ചർച്ചകൾ കോൺഗ്രസിന്റെ നേതാക്കളായിക്കോട്ടെ, മുസ്ലിം ലീഗ് നേതാക്കളായിക്കോട്ടെ PV അൻവറുമായി നടത്തുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അന്തിമമായി PV അൻവർ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് പ്രധാനമാണ്. അല്പസമയത്തിനകം UDFന്റെ നിലപാട് വ്യക്തമാണ്. കാരണം ഇന്നലെ UDF